ചരിത്രത്തിൽ ഉടനീളം മെഡിസിൻ അത്ഭുതകരമായ പുരോഗതികൾ കൈവരിച്ചു. പക്ഷേ അവയിൽ ചിലത് വലിയ പിഴവുകൾ കൊണ്ടാണ് നമ്മൾ പഠിച്ചത്. അതിലൊന്നാണ് 1950കളിലുണ്ടായ താലിഡോമൈഡ് ദുരന്തം. താലിഡോമൈഡ് ദുരന്തം 40 രാജ്യങ്ങളിലായി 10,000-ലധികം കുട്ടികളെ ബാധിച്ചിട്ടുണ്ട്. അതായത് ഈ ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾ മോർണിംഗ് സിക്നസ്സിന് വേണ്ടി ഈ താലിഡോമൈഡ് ഉപയോഗിച്ചിരുന്നു. മോർണിംഗ് സിക്നസ് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ആ ഒരു ഛർദിയൊക്കെ ഉണ്ടല്ലോ, അതിനു വേണ്ടി. അപ്പം ഇവർക്ക് അങ്ങനെ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഫൊക്കോമേലിയ ഉണ്ടാകുകയും അതൊരു ജന്മനാ ഉള്ള ഒരു ഡിസോർഡറാണ് എന്ന് വരുന്നത്. അതുവഴി വിരൂപമായുള്ള കൈകാലുകളോടുകൂടി കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. അപ്പം അങ്ങനെ ഉണ്ടായ ആ ഒരു ദുരന്തം ഉണ്ടല്ലോ. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വിരൂപമായിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ. അപ്പോൾ ആ ഒരു മനസ്സിനെ തകർക്കുന്ന ആ ഒരു വേദനയിലൂടെയാണ് ശരിക്കും പറഞ്ഞ് ഒരു ഡ്രഗ് ടെസ്റ്റിങ്, എന്തൊക്കെ മരുന്നുകളെ കൊടുക്കുന്നു, മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞ് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഗർഭിണികളെ കൊടുത്തു കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ള ഡ്രഗ് ടെസ്റ്റിങ്ങും പിന്നെ ഒരു എത്തിക്കൽ മെഡിക്കൽ പ്രാക്ടീസസും അല്ലേ, അതും വരാനുള്ള ഒരു റീസൺ. അപ്പം പലരും നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് എല്ലാ മരുന്നും കൂടെ ഒന്നും വലിച്ച് കഴിക്കാൻ പാടില്ല. കാരണം അതിനൊരു ടെറാറ്റോജനിക് ഇഫക്റ്റ് ഉണ്ട്. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ താലിഡോമൈഡ് ദുരന്തം. നിങ്ങൾക്കറിയോ, രക്തമാറ്റം ഒരിക്കൽ അതീവ അപകടകരമായ ചികിത്സയായിരുന്നു. കാരണം ആ കാലത്ത് ഈ രക്തഗ്രൂപ്പുകൾക്കിടയിലുള്ള പൊരുത്തം മനസ്സിലാക്കാൻ നമുക്ക് അന്നൊരു മാർഗങ്ങളും ഇല്ലായിരുന്നു. 1600 കാലഘട്ടം മുതൽ രക്തത്തിൻ്റെ സ്വഭാവം അറിയാതിരുന്ന കാലത്തും തുടങ്ങി ഈ രക്തം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ചില ഡോക്ടർമാർ ഒരാളുടെ രക്തം മറ്റൊരാളിലേക്ക് നേരിട്ട് നൽകിയപ്പോൾ പെട്ടെന്ന് തന്നെ ത്വരിതമായ രക്തക്കട്ട ഉണ്ടാകുകയും അഗ്ലൂട്ടിനേഷൻ എന്ന് പറയും, രോഗി മരിക്കുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കാൾ ലാൻസ്റ്റൈൻ എന്ന ശാസ്ത്രജ്ഞനായിരുന്നു 1990-ൽ ABO രക്തഗ്രൂപ്പ് കണ്ടെത്തുന്നത്. അപ്പോൾ അതിനു മുൻപ് രക്തമാറ്റം പൂർണ്ണമായും ഒരു ബാഹ്യഘടനയുടെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പുകളൊന്നും പൊരുത്തപ്പെടാതെ രക്തം കട്ട പിടിച്ച് നിന്ന് മരണം പോലെയും അതുപോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഡാൽക്കൻഷീൽഡ് ദുരന്തത്തെക്കുറിച്ച് ഇനി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു ഗർഭനിരോധന ഉപകരണമാണ്. ഇത് സാരമായ അണുബാധകൾക്കും വന്ധ്യതയ്ക്കും കാരണമായി. ഇതിലൂടെ ആരോഗ്യ ഉപകരണങ്ങൾക്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾ കടുപ്പിക്കാൻ കാരണമായി. 1970കളിൽ ജനനിയന്ത്രണ ഉപായമായ ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് IUD ആണ് ഡാൽക്കൻഷീൽഡ് ശരിക്കും. അപ്പം അങ്ങനെ വിപണിയിൽ നിന്ന് ഇതിനെ പിൻവലിക്കുകയാണ് ചെയ്തത്.